ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളത്തെ മെയിൻ സിറ്റിയിൽ എടപ്പള്ളി എന്ന സ്ഥലത്തെ എടപ്പള്ളിയുടെ മുമ്പിലാണ്, നേരെ മുമ്പിൽ കണ്ട. ഹായ്, ഞാനിപ്പോൾ വർക്കിൻ്റെ ചെറിയ ഭാഗമായിട്ട് ഞാൻ ഇപ്പോൾ എറണാകുളത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഞാൻ എടപ്പള്ളി ആ സൈഡാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എടപ്പള്ളി ക്രിസ്ത്യൻ പള്ളി വരുന്നത്. ജസ്റ്റ് നമ്മുടെ കേട്ടൊന്ന് വീഡിയോ എടുക്കാനുള്ള ചെറിയൊരു ആഗ്രഹമുണ്ട്. എപ്പോഴും ഒരു വട്ടം വന്നതാണ്, അന്ന് വല്ലാണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ ഏതായാലും ഇവിടെ ഉണ്ടല്ലോ, ഒന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എവിടെയും വണ്ടി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. വണ്ടി എടുക്കിയിട്ട് ബാക്കി നോക്കാം. വേണ്ട, ആ സൈഡിക്ക് നോക്കി നോക്കി നമ്മുടെ വലത്ത് സൈഡിക്ക് ലുലുമാള്, നമ്മുടെ യൂസുഫ് അലിയുടെ സാമ്രാജ്യം. ഇപ്പോൾ ഇതാ ഞാൻ എടപ്പള്ളി ഫ്ലൈ ഓവർ കയറി പോവാണ്. പിന്നെ ഇവിടെ നിന്ന് എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ 10-11 മണിക്കാണ് തന്നെ പോണത് രാവിലെ. അതുകൊണ്ട് തിരക്കില്ല. അല്ലെങ്കിൽ ഇതിനെ അയപ്പിച്ചരിച്ചിട്ട് പോകുള്ളൂ. ഇപ്പോൾ വൈകുന്നേരം കായം കഴിഞ്ഞുണ്ടല്ലോ, ഇപ്പോഴൊക്കെ തിരക്കെന്ന് പറഞ്ഞാൽ വൺ ബ്ലോക്കാവും. അപ്പോൾ ഈ പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഇപ്പോഴുള്ള ബ്ലോക്ക് കണ്ടിട്ടല്ലോ, കണ്ണ് തള്ളിപ്പോവും. അത്രയ്ക്കും ബ്ലോക്കാവും. കണ്ടോ, ആ സെയിലായിട്ടാണ് നമ്മുടെ എടപ്പള്ളി. കണ്ടാ ചെറുതായിട്ടാണുള്ളത്. കണ്ടോ. ഹായ്, അപ്പോൾ നമ്മൾ എറണാകുളത്തിൻ്റെ തലയ നമ്മുടെതാ എടപ്പള്ളിയുടെ മുമ്പിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ കണ്ട നമ്മുടെ എടപ്പള്ളി ഇതുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, എന്തൊരു ഭംഗിയാണെന്നറിയോ, നോക്കിയൊക്കെ. ഓ, ഇവിടെ നിന്നൊരു പോവാൻ തോന്നില്ല നമുക്ക്. അത്രയ്ക്കും അടിപൊളി ഒരു എനർജിയാണ് ഇവിടേക്ക്. കണ്ടതിൻ്റെ മുമ്പിൽ തന്നെയാണ് സെമിത്തേരി വരുന്നത്, കുറേ ആൾക്കാരെ അടക്കം ചെയ്ത സ്ഥലം. സത്യം പറയട്ടെ, ഇതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ പൊളിക്കും. കാരണം അത്രയ്ക്കും വൈറ്റാണ് ഈ ലൈറ്റും. പിന്നെ പോരാത്തതിന് നമ്മുടെ വെയിലൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര ലൈറ്റാണ്, കണ്ണിങ്ങനെ പൊളിക്കുക. കണ്ടോ, ഞാനിപ്പോൾ കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി വരികയാണ്. കണ്ട ഇതിൻ്റെ എൻട്രൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുന്നിലൊരു വ്യൂ അല്ലേ. എന്താ ഭംഗി വെച്ചിട്ടാ, ഓ ഒന്നും പറയാനല്ല. അടിപൊളി ഒന്നും പറയാനല്ല. ഷോറ് ഇതാ ഇപ്പം ഞാൻ എടപ്പള്ളിയുടെ മെയിൻ പോയിന്റിൽ കണ്ടാ, ഇതാണ് എടപ്പള്ളി. എന്തൊരു ഭംഗിയാണെന്നറിയോ, നോക്കിയൊക്കെ. കണ്ടേ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ വേറൊരു എനർജിയാണ്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിങ്ങനെ പൊളിക്കുക. ഫുള്ള് വെള്ള പെയിൻ്റ് ആവുകൊണ്ടേ ഈ ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ, വെയിലിങ്ങനെ അടിക്കുമ്പോഴേ ഒമ്പ കണ്ണിങ്ങനെ പൊളിക്കുക. എന്തൊരു രസമാണെന്നറിയോ. കുറച്ചിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റുമോന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ കയറിയിട്ടുണ്ട്. അയ്യോ, എന്തൊരു ഭംഗി. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഫീല്. ഓ, ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ഒരു വ്യൂ. വേഗം എടുത്ത് പോകണം, ചിലപ്പോൾ സെക്യൂരിറ്റി കണ്ടുകഴിഞ്ഞാൽ ആട്ടും. ഞാനിങ്ങനെ ഈ വഴി പോയി നോക്കുമ്പോഴേ ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ടൊന്ന് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് നേരം വണ്ണത്തിൽ ഒന്നും കൂടി വീഡിയോ എടുക്കണം. അത് നിങ്ങളെല്ലാവരും പറയുകയാണെങ്കിൽ കമൻ്റ് അയയ്ക്കുക. അപ്പോൾ ഞാൻ കറക്റ്റ് അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് തരാം. ഇത് ജസ്റ്റ് വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതിനെ പോകുമ്പോൾ ഒന്ന് വണ്ടി റോഡ് സൈഡിൽ നിർത്തിയിട്ടുണ്ട്. ഇനി ഫൈൻ വന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ട് വണ്ടി എടുത്ത് പോയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പോലീസ് ഫൈൻ എഴുതും. അപ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് ഒന്നും കൂടി അടിപൊളിയായിട്ട് ഞാൻ എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.